ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് 10ാം ക്ലാസ്സിൻ്റെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു, ക്രിസ്മസ് എക്സാം. അപ്പോൾ അതിൻ്റെ ആൻസർ കീ ഡിസ്കസ് ചെയ്യാനാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തേത് എന്തായിരുന്നു? ആദ്യത്തെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു പാരഗ്രാഫ് തന്നിട്ട് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്ന സ്റ്റോറിയിലെ പാരഗ്രാഫ് തന്നിട്ട് ആൻസർ ചെയ്യാൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. വൈ ഡിഡ് മറാത്ത ഹെസിറ്റേറ്റ് ടു എൻ്റർ ദ ക്ലാസ്? എന്തുകൊണ്ടാണ് മറാത്ത ക്ലാസ്സിൽ കയറാൻ ഹെസിറ്റേറ്റ് ആയത്? ഷീ ഹെസിറ്റേറ്റഡ് ബിക്കോസ് ഷീ ഓവർഹെഡ് ഹെർ ടീച്ചേഴ്സ് ഹു വർ എൻഗേജ്ഡ് ഇൻ എൻ ആർഗ്യുമെൻറ്റ് അബൌട്ട് ഹെർ ആൻഡ് ഡിഡ്ന്റ് വാണ്ട് ടു ഇൻറ്ററപ്റ്റ് ഇറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം, ഹു വാസ് ആർഗ്യൂയിങ് ഇൻ ഫേവർ ഓഫ് ജോൺ? വൈ? ആരാണ്? മിസ്റ്റർ ബോൺ. ജോൺസ് ഫാദർ വാസ് ഓൺ ബ്രോഡ് ആൻഡ് വാസ് ദ ഓണർ ഓഫ് ദ ഓൺലി സ്റ്റോർ ഇൻ ടൗൺ. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർഗ്യുമെൻറ്റ് ഡിഡ് ദ മാത്സ് ടീച്ചർ പുട്ട് ഫോർവേഡ് അഗെയിൻസ്റ്റ് മറാത്ത? മറാത്തയ്ക്കെതിരെ എന്ത് ആർഗ്യുമെൻ്റ് ആണ് മാത്സ് ടീച്ചർ ഫോർവേഡ് ചെയ്തത്? എന്താണ്? മറാത്ത വാസ് എ മെക്സിക്കൻ. മറാത്ത ഒരു മെക്സിക്കൻ ആയിരുന്നു എന്ന ആർഗ്യുമെൻ്റ് ആയിരുന്നു. ദെൻ നാലാമത്തെ ചോദ്യം, ഹൗ ഡിഡ് മിസ്റ്റർ സ്മിത്ത് ട്രൈ ടു ഡിഫെൻഡ് മറാത്ത? എങ്ങനെയാണ്? ഹി ഡിഫെൻഡഡ് മറാത്ത ബൈ സേയിങ് ദാറ്റ് ഷി ഹാഡ് എ സ്ട്രേറ്റ് എ പ്ലസ് ആവറേജ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അഞ്ചാമത്തെ ചോദ്യം, വൈ വാസ് മറാത്ത ഷേക്കിംഗ് വൈൽ സ്റ്റാൻഡിങ് അറ്റ് ദ ക്ലാസ്? അപ്പോൾ എന്തുകൊണ്ടായിരുന്നു? ഷി വാസ് ഷോക്ക്ഡ് ടു ഹിയർ ദ ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ ഹെർ ടീച്ചർ ആൻഡ് വാസ് ഷുവർ ദാറ്റ് ഷി വാസ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് ദ ജാക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കി നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പോമാണ്. ഒരു പോം തന്നിട്ടുണ്ട്. then അതിൻ്റെ അടിയത്തെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. അപ്പോൾ പോമൊക്കെ കൂട്ടുകാർ വായിച്ച് നോക്കുക. അതൊക്കെ എക്സാം ഹോളിൽ നിന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അടിയിലത്തെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് മെൻഷനിങ് കനോൺ ബോൾ ഇൻ ദ ഗിവൻ ലൈൻസ്? എന്തുകൊണ്ടാണ് ഈ തന്നിരിക്കുന്ന ലൈൻസിൽ ഈ കനോൺ ബോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ദ മെൻഷൻ ഓഫ് കനോൺ ബോൾസ് ഈസ് ഇൻ ദ ഗിവൻ ലൈൻസ് റെഫേഴ്സ് ടു ദ ഐഡിയ ഓഫ് വാർ ആൻഡ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ വാറിനെയും കോൺഫ്ലിക്റ്റിനെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. വാട്ട് ഡസ് ദ ഇമേജിനറി ഓഫ് ദ വൈറ്റ് ഡോവ് ഇംപ്ലൈ? വൈറ്റ് ഡോവ് ഇംപ്ലൈ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഇംപ്ലൈസ് എ പീസ്. സമാധാനമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എട്ടാമത്തെ ചോദ്യം, വൈ ഡസ് ദ റൈറ്റർ സേ ദാറ്റ് ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്? അപ്പോൾ ആൻസർ വിൻഡിൽ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കവി പറയാൻ കാരണം എന്താണ്? ഇറ്റ്സ് എവ്രിവെയർ ആൻഡ് ഈസിലി ഗ്രാസ്പബിൾ. അപ്പോൾ അതിൻ്റെ ആൻസർ എല്ലായിടത്തും ഉണ്ട്, നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും, ഈസി ആയിട്ട് മനസ്സിലാവും എന്നത് കൊണ്ടാണ് കവി ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഇനി 9ാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് ദ ലൈൻ ദാറ്റ് റെഫേഴ്സ് ടു ദ ജേർണി ഓഫ് ലൈഫ്. അപ്പോൾ ലൈഫിൻ്റെ ജേർണിയെ ഉദ്ദേശിക്കുന്ന ലൈന് ഏതാണ്? ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ? അപ്പോൾ അതാണ് ലൈൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, വിച്ച് പോയറ്റിക് ഡിവൈസ് ഈസ് യൂസ്ഡ് ഇൻ ദ ലൈൻ ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ? അപ്പോൾ അതുകൊണ്ട് ഏത് പോയറ്റിക് ഡിവൈസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? ഏതാണ്? അലിറ്ററേഷൻ ആണ്, അലിറ്ററേഷൻ. ഇനി നെക്സ്റ്റ് 11ാമത്തെ ചോദ്യം എന്താ? റീഡ് ദ ഫോളോയിങ് ലൈൻസ്. ഒരു പോമാണ്. ആ പോം വായിച്ചിട്ട് അതിൻ്റെ അപ്രീസിയേഷൻ തയ്യാറാക്കുക. അപ്പോൾ പോയം ആരെ എഴുതി എന്നൊക്കെ എഴുതുക, പോയറ്റിക് ഡിവൈസും കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ട് 5 മാർക്കിന് ഒരു അപ്രീസിയേഷൻ തയ്യാറാക്കുക. അപ്പോൾ ഒരു ഷീറ്റ് ഫുള്ള് വേണ്ടിയും ഒരു ഭാഗം ഫുള്ള് എഴുതണം. അതാണ് 5 മാർക്കിന് എഴുതേണ്ടത്. അപ്പോൾ അതൊക്കെ കൂട്ടുകാർ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. അടുത്ത സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫ് നന്നായി വായിച്ചിട്ട് അതിൻ്റെ അടിയിലുള്ള ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതുക. അപ്പോൾ കൂട്ടുകാർ ആ പാരഗ്രാഫ് വായിച്ച് നോക്കുക. ദെൻ ഗീവ് സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ പാസേജ്. അപ്പോൾ ഈ പാസേജിന് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാം. നമുക്ക് എന്ത് കൊടുക്കാം? ഓഷ്യൻ ബെഡ് എ റെയിൽം ഓഫ് വണ്ടേഴ്സ് എന്ന് കൊടുക്കാൻ പറ്റും. ദെൻ രണ്ടാമത്തെ ചോദ്യം എന്താ? which are the bustling underwater cities mentioned in the passage? എന്താണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? കോറൽ റീഫ്സ് ആണ്. അപ്പോൾ ഇത് വായിച്ച് നോക്കിയാൽ നമുക്ക് ആൻസർ സിമ്പിളായിട്ട് കിട്ടും. വാട്ട് വിഷ്വൽ ട്രീറ്റ് അവൈറ്റ് സം വൺ ഫോർച്ചുനേറ്റ് ഇനഫ് ടു എക്സ്പ്ലോർ ദ ഓഷ്യൻ ബെഡ്? അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ദ ഡാൻസ് ഓഫ് ഫിഷ്, ദ ഇൻട്രിക്കേറ്റ് പാറ്റേൺസ് ഓഫ് കോറൽ ഫോർമേഷൻ ആൻഡ് ദ ഡെലിക്കേറ്റ് വേ ഓഫ് sea plan create a visual treat. Okay, next 15th question, how does the ocean bed help scientists?
എങ്ങനെയാണ് ഓഷൻ ബെഡ് സയൻറ്റിസ്റ്റിനെ ഹെൽപ്പ് ചെയ്തത്? എങ്ങനെയാണെന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് സയൻറ്റിസ്റ്റ് വിത്ത് ഇൻസൈറ്റ്സ് ഇൻ ടു ദ എവല്യൂഷൻ ഓഫ് അവർ പ്ലാനറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് 16th question. Why is it said that the wonders of the ocean bed extend beyond the visual spectacles? അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇറ്റ് ഈസ് ദ വേൾഡ് where every creature, no matter how small or seemingly insignificant, plays a vital role in maintaining the delicate balance of the underwater environment. Okay, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇനി 17ഉം 18ഉം പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതുക. അപ്പോൾ അതൊക്കെ കൂട്ടുകാർ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്ന് നറേറ്റ് ചെയ്യാനാണ്, ദെൻ ഒന്ന് റിവ്യൂ എഴുതാൻ. അപ്പോൾ 7 മാർക്കിൻ്റെ എന്ന് വരുമ്പോൾ ഒരു പേജ് ഫുള്ള്, ഒരു 2 പുറവും എഴുതണം. 7 മാർക്കിൽ നിന്ന് വരുമ്പോൾ അപ്പോൾ കൂട്ടുകാർ റിവ്യൂവും അതുപോലെ തന്നെ നറേഷനും അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അതൊക്കെ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നോക്കാം. ആൻസർ എനി 2 ഓഫ് ദ ഫോളോയിങ്. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 5 സ്കോർ. ഇതിന് അടുത്ത് 19ാമത്തെ ചോദ്യം നോട്ടീസ് തയ്യാറാക്കാനാണ്. അപ്പോൾ നോട്ടീസ് ബോക്സൊക്കെ വരച്ച് മേലെ നോട്ടീസ് എന്നൊക്കെ ഹെഡിങ് കൊടുത്ത് ഡേറ്റ്, പ്ലേസ്, എവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ചെറുതാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ട് ഭയങ്കര ക്യാച്ചീവായ രീതിയിൽ നോട്ടീസ് തയ്യാറാക്കുക. ദെൻ പകുതി 2 പേജിൽ എഴുതാണ്ട് ഒറ്റ പേജിൽ എഴുതാൻ നോക്കുക. ദെൻ കോൺവേഴ്സേഷൻ ആണ്. മിനിമം 5 എക്സ്ചേഞ്ചസ്, 5 എണ്ണം ഒരാളും 5 എണ്ണം മറ്റാളും പറയണം, അങ്ങനെ എഴുതുക. ദെൻ 21ാമത്തെ ഡയറി എൻട്രിയാണ്. ഡയറി എൻട്രി ഒരു പുറം ഫുൾ എഴുതുക, ഡേറ്റ് എഴുതുക, പ്ലേസ് വേണമെങ്കിൽ എഴുതുക, ദിവസം എഴുതുക, ദെൻ മെമ്മറബിൾ ഡേ അതൊക്കെ കൊടുത്തിട്ട് എഴുതുക. അപ്പോൾ ഇതൊക്കെ കൂട്ടുകാർ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ 6 മാർക്കിൻ്റെയാണ്. 6 മാർക്കിൻ്റെ എഴുതുമ്പോൾ ഒരു പുറം അതിൻ്റെ ബാക്കിൽ കുറച്ചും കൂടി എഴുതുക, പകുതിയോളം എഴുതാൻ നോക്കുക. ദെൻ ആദ്യത്തെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മറാത്ത, മറാത്തയുടെ സ്വഭാവ സവിശേഷതകളൊക്കെ ചേർത്തിട്ട് വേണം എഴുതാൻ. ദെൻ 23ാമത്തെ ചോദ്യം സ്പീച്ചാണ്. അപ്പോൾ സ്പീച്ച് നല്ല അട്രാക്റ്റീവായ രീതിയിൽ ആൾക്കാരൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല അതുപോലൊക്കെ എഴുതുക. അതും ഇതുപോലെ തന്നെ 1.5 പുറം എഴുതുക. ദെൻ ലെറ്റർ ആണ്. ലെറ്റർ ബോക്സൊക്കെ വരച്ചിട്ട് അഡ്രസ്സൊക്കെ കൊടുത്ത് വേണം ലെറ്റർ എഴുതാൻ. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ഫോർമാറ്റൊക്കെ എഴുതിയിട്ട് കാര്യങ്ങളൊക്കെ എഴുതുക. ദെൻ നെക്സ്റ്റ് 25ാമത്തെ ഷോർട്ട് പാരഗ്രാഫ് എഴുതാനാണ്. അപ്പോൾ ഒരു പാരഗ്രാഫ് എഴുതുക. ദെൻ 26th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ നോക്കി ഒരു പ്രൊഫൈൽ തയ്യാറാക്കുക. അപ്പോൾ പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ ഒരു ബോക്സിൽ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യങ്ങളൊക്കെ എഴുതുക. ഓർഡറിൽ ആദ്യം ജനിച്ച കാര്യം, എവിടെയാണ് ജനിച്ചതെന്നൊക്കെ എഴുതി, അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതി, അവസാനം മരിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ച കാര്യം എഴുതുക, അല്ലെങ്കിൽ അത് എഴുതണ്ട. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പ്രൊഫൈൽ തയ്യാറാക്കേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. ഇനി അടുത്തത് 27 മുതൽ 31 വരെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബോക്സ് കൂട്ടുകാരൊന്ന് നോക്കുക. അപ്പോൾ 27ാമത്തെ ചോദ്യം എന്താണ്? ഹൂ വോൺ ദ നോബൽ പ്രൈസ് ഫോർ എക്കണോമിക്സ് ഇൻ ദ ഇയർ 1998? അപ്പോൾ ആരാണ് 1998 നോബൽ പ്രൈസ് എക്കണോമിക്സിന് നോബൽ പ്രൈസ് വാങ്ങിയത്? അമർത്യ സെൻ എന്ന് പറയുന്ന ഒരാളാണ്. വാട്ട് കാറ്റഗറി ഓഫ് നോബൽ പ്രൈസ് വാസ് അവാർഡ് ഫോർ നാറ്റീവ് ഓഫ് പഞ്ചാബ്? അത് ഏത് കാറ്റഗറി അവാർഡായിരുന്നു? മെഡിസിൻ്റെ കാറ്റഗറി ആയിരുന്നു. ദെൻ 29ാമത്തെ വോ വാസ് ദ നോബൽ പ്രൈസ് ഫോർ പീസ് അവാർഡഡ് ടു മദർ തെരേസ? എവിടെയായിരുന്നു? എപ്പോഴായിരുന്നു? വെന്നാണ്? 1979 ആണ്. ദെൻ നെക്സ്റ്റ് 30ാമത്തെ ചോദ്യം വെങ്കട്ട് രാമകൃഷ്ണൻ ഹു വോൺ നോബൽ പ്രൈസ് ഫോർ എന്തിനായിരുന്നു? കെമിസ്ട്രിക്കായിരുന്നു. ഇൻ വിച്ച് ഇയർ ഡിഡ് സുബ്രഹ്മണ്യ ചന്ദ്രേഷ്കർ വിൻ ദ നോബൽ പ്രൈസ്? ഏത് ഇയറിലായിരുന്നു? 1983. അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ആ ടേബിൾ വെറുതെ നോക്കിയാൽ ഇതിൻ്റെ ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് വൺ എന്താ? കോൺവേഴ്സേഷനാണ്. രണ്ട് പേര് തമ്മിലുള്ള കോൺവേഴ്സേഷൻ ക്രോണിനും അതുപോലെ തന്നെ ജോണും തമ്മിലുള്ള കോൺവേഴ്സേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ക്രോണിൻ ചോദിക്കുന്നുണ്ട് വാട്ട് ഡയറക്ടർ യു ലൈഫ് ഇൻ ടു യുവർ യൂത്ത് വെൽഫെയർ? ദെൻ ജോൺ പറയുന്നുണ്ട് ഇറ്റ് വാസ് യുവർ ഹെൽപ്പ് ദ ഡയറക്ടർ മീ ടു ദിസ് ഫീൽഡ് എന്ന്. ഇനി 2 ക്വസ്റ്റ്യൻ വാട്ട് ഡിഡ് ക്രോണിൻ ആസ്ക്? ദെൻ വാട്ട് വാസ് ജോൺസ് റിപ്ലൈ? അപ്പോൾ നമുക്ക് എഴുതാം. ആദ്യത്തെ ചോദ്യം ക്രോണിൻ ആസ്ക്ഡ് ജോൺ വാട്ട് ഹാഡ് ഡയറക്ടർ his life into youth welfare. Okay, in next B, John replied that it had been Cronin help that had directed him into that field. Okay, in next
പാസേജ് എഡിറ്റ് ചെയ്യാനാണ്. അപ്പോൾ ആദ്യത്തേത് എന്താ, ഇറ്റ് സീംഡ് എ ക്രൂവൽ കോയിൻസിഡൻസ് ദാറ്റ് ഐ ഹാവ് അല്ല വരിക, ഐ ഹാഡ് ആണ് വരിക. ഐ ഹാഡ് ഓവർഹെഡ് ദ കോൺവെർസേഷൻ ദ നെക്സ്റ്റ് ഡേ വെൻ ദ പ്രിൻസിപ്പൽ അവിടെ എന്താ വരിക, വെൻ ദ പ്രിൻസിപ്പൽ അല്ല, വെൻ ദ പ്രിൻസിപ്പാൾ കോൾഡ് മീ ഇൻ ടു ഹിസ് ഓഫീസ് ഹി ന്യൂ ദാറ്റ് it would എന്നല്ല വരിക, അവിടെ എന്താ വരിക, it would be about എന്നൊക്കെ അത് എഴുതിയിട്ട് ദെൻ ലാസ്റ്റ് ഇനി ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സോ ഐ ലുക്ക്ഡ് ഹിം സ്ട്രെയിറ്റ് ഓഫ് ദ ഐസ് അല്ല, അവിടെ എന്താ വരിക, ഐ ലുക്ക്ഡ് സ്ട്രെയിറ്റ് ഇൻ ദ ഐസ് എന്നാണ് വരിക, ഇന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ പാസേജ് എഡിറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. ദെൻ 34ാമത്തെ ഫ്രേസൽ വേർബ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ എ എന്ത് വരും, ദ ഡോക്ടർ ഹാഡ് ജസ്റ്റ് എന്ത് വരും, ദ ഡോക്ടർ ഹാഡ് ജസ്റ്റ് സെറ്റ് അപ്പ് എ മെഡിക്കൽ പ്രാക്ടീസ് എന്ന് വരും. ഓക്കെ, ഈ നെക്സ്റ്റ് ബി, ഹി ഇമ്മീഡിയറ്റ്ലി ഡാഷ് ഹിസ് ക്ലോത്ത്സ്, ഹി ഇമ്മീഡിയറ്റ്ലി പുട്ട് ഓൺ ഹിസ് ക്ലോത്ത്സ് എന്ന് വരും. ദെൻ മൂന്നാമത്തെ ഹി കുഡ് നോട്ട് ഡാഷ് ഹു ദാറ്റ്, ഹി കുഡ് നോട്ട് എന്ത് വരും, ഹി കുഡ് നോട്ട് മേക്ക് ഔട്ട് ഹു ദാറ്റ് ദ പേഴ്സൺ വാസ് എന്നൊക്കെ വരും. ദെൻ ലാസ്റ്റ് വൺ, ദ സർജൻ കെയിം ടു ഡാഷ് ദ ഇൻഫോർമേഷൻ, ദ സർജൻ കെയിം ടു put across the information എന്ന് വരും. ഇനി നെക്സ്റ്റ് 35ാമത്തെ ചോദ്യം എന്താണ്, സപ്ലൈ ദ മിസ്സിംഗ് വേർഡ് ഇൻ ദ ഫോളോയിങ് പാസേജ്. അപ്പോൾ മിസ്സായിട്ടുള്ളിടത്ത് വേർഡ്സ് ചേർക്കാൻ. അപ്പോൾ എ എന്നുള്ളിടത്ത് എന്ത് വരും, എ എന്നുള്ളിടത്ത് ആൻഡ് വരും അല്ലേ, സംതിങ് ആൻഡ് വാക്ക്ഡ് ഓവർ എന്ന് വരും, വാക്ക്ഡ് ഓവർ. ബിയുടെ അവിടെ എന്ത് വരും, ടു ദ വിൻഡോ, ഓവർ ടു ദ വിൻഡോ. ഹി സ്റ്റുഡ് ലുക്കിംഗ് അറ്റ് എന്ന് വരും, അറ്റ്. സി എന്ന് വരും, അറ്റ് സംതിങ് ഔട്ട്സൈഡ്. ദെൻ ഹി ടോൾഡ് മറാത്ത എന്ത് വരും, ഡിയുടെ അവിടെ ദാൻ. ഹി ടോൾഡ് മറാത്ത ദാറ്റ് ഷീ വുഡ് അങ്ങനെ വരും. ദെൻ ലാസ്റ്റ് വൺ എന്താണ്, അഡ്രിനാലിൻ ഇൻ ദോസ് ഡേയ്സ് ബട്ട് ഷി ന്യൂ. അപ്പോൾ ഈ എന്ത് വരും, ബട്ട് വരും, ബട്ട് ഷി ന്യൂ സംതിങ് വാസ് മേക്കിംഗ് ഹർ ഫീൽ ആസ് ടാൾ ആസ് ദ സ്കൈ. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കോൺവേഴ്സേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. ദെൻ ആദ്യം യു വാണ്ട് ടു ടോക്ക് ടു ദ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പോൾ അവരെന്ത് വരും, ഡോണ്ട് യു എന്ന് വരും. യെസ്, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ഹിം. ദെൻ മിസ്സിസ് ജോൺ എന്ത് പറയും, ഡു യു തിങ്ക് വെദർ ഹി വിൽ റിമെമ്പർ യു, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അദ്ദേഹത്തിന് നിങ്ങളെ ഓർമ്മ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ പറയും, ഐ ഡോണ്ട് നോ വെദർ ഹി വിൽ റിമെമ്പർ മീ. ടുഡേ ഈസ് ദ ലാസ്റ്റ് ഡേ ഓഫ് അവർ ജേർണി. യു ഹാഡ് ബെറ്റർ ടോക്ക് ടു ഹിം സംസാരിക്കുകയാണ് നല്ലത്. ഷുവർ, അപ്പോൾ എന്ത് പറയും, ഷുവർ. ഇഫ് യു അക്കമ്പനി മീ ഐ വിൽ ടോക്ക് ടു ഹിം. ഓഫ് കോഴ്സ് ഐ വിൽ അക്കമ്പനി യു. ദെൻ ലാസ്റ്റ് വിൽ വി വിൽ മീറ്റ് ഹിം അറ്റ് ദ ഡക്ക്. അപ്പോൾ കോൺവേഴ്സേഷൻ എഴുതുമ്പോൾ ആദ്യം ആൻസർ നോക്കിയിട്ട് വേണം ക്വസ്റ്റ്യൻ എഴുതാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർ ഇതിനൊക്കെ നന്നായി ഉത്തരം എഴുതിയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.